രണ്ട് കാര്യങ്ങളാണ് സാർ. ഒന്ന്, എനിക്ക് ഇരട്ടത്താപ്പാണ് എന്ന് അസിത പറഞ്ഞതിനോട് മാത്രം ഞാൻ മറുപടി. അതിന് എനിക്ക് ഇന്ന് മുഹമ്മദ് ഇരട്ടത്താപ്പ് എന്തുവാ കിടന്നിങ്ങനെ അല്ല, അത് അതിനൊരു മറുപടി പറയണ്ടേ, കാരണം അത് നമ്മുടെ ഒബ്ജക്ടിവിറ്റി ആണല്ലോ ചോദ്യം ചെയ്യുന്നത്. അപ്പൊ അല്ല, അപ്പൊ ഒറ്റ കാര്യം, അതായത് അതിന് എനിക്ക് മുഹമ്മദ് റിയാസ് എന്ന് PV അൻവറിന് കൊടുത്ത മറുപടിയാണുള്ളത്. കാരണം ഏറ്റുമുട്ടൽ വ്യക്തിപരമല്ല, ആശയങ്ങളാണ്. അപ്പൊ നമ്മൾ ഇത് രാഷ്ട്രീയം ഒരു ഗുസ്തി മത്സരമല്ല എന്ന് പറയുന്ന പോലെ ഇവിടെ നമ്മൾ നമ്മുടെ നിരീക്ഷണങ്ങളും നമ്മുടെ അനുഭവങ്ങളും ഒക്കെയാണ് പറയുന്നത്. അപ്പൊ അതാണ് റിയാസ് കൊടുത്ത മറുപടിയാണ് എനിക്ക് അസിദയ്ക്ക് കൊടുക്കാനുള്ളത്. പിന്നെ ഇപ്പോ UDF സംബന്ധിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ UDF എന്ന സംവിധാനത്തെയോ ഇടതുമുന്നണിയായിട്ടോ CPM പോലെയുള്ള ഒരു കേഡർ സംവിധാനമായിട്ടോ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. കോൺഗ്രസ് വേറൊരു തരത്തിലുള്ള ഒരു ജനാധിപത്യ സ്വഭാവം വെച്ച് പുലർത്തുന്ന പാർട്ടിയാണ്. അതിന്റെ ഘടന എങ്ങനെയാണ്, അതിന്റെ പ്രവർത്തന രീതി വേറെ ഒന്നാണ്, അതിൽ പ്രവർത്തിക്കുന്നവരുടെ സ്വഭാവം മറ്റൊന്നാണ്, അവരുടെ പ്രതികരണ രീതി വേറെ ഒന്നാണ്. അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ അവർക്ക് ഇക്കാലം അത്രയും അധികാരം കൊടുക്കുകയും രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയായി ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന പേരൊക്കെ കോൺഗ്രസിന് കിട്ടുന്നത് അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ്. അതുകൊണ്ട് രാജ്യം ഭരിച്ച് പരിചയമുള്ള, ശീലമുള്ള, ചരിത്രമുള്ള ഒരു പാർട്ടിയെ അവരിങ്ങനെ അപജയത്തിലേക്ക് പോയിരിക്കുന്നു. അവർക്ക് മുഴുവൻ പ്രശ്നങ്ങളാണെന്ന് പറയേണ്ട കാര്യമില്ല. അപജയം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്കോ അല്ലെങ്കിൽ UDFിലെ ഘടകകക്ഷികൾക്കോ മാത്രം ഉണ്ടായിട്ടുള്ള കാര്യമല്ല. അപജയം മിക്ക രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട്. സ്ഥാനത്തിനോടുള്ള മോഹം, അധികാരത്തോടുള്ള താല്പര്യം, അതിനുവേണ്ടിയുള്ള അഭിനിവേശം, അതിന് പിന്നിലുള്ള ചരട് വലികളൊക്കെ എല്ലാ പാർട്ടികളിലും സംഭവിക്കുന്നതാണ്. ഇനി ഒറ്റ കാര്യം കൂടി SKN, UDF അധികാരത്തിൽ വരുമെന്ന ഉറച്ച ബോധ്യത്തിൽ ചില പിന്നാമ്പുറ പ്രവർത്തനങ്ങളൊക്കെ ഇവർ നടത്തുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി മാത്രമല്ല, പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ വരെ ഇപ്പോൾ ലീഗിലെ ഏതാനും ആളുകൾ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ അടുത്ത് പോയി അവിടെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. കാരണം ഈ ജോലികളൊക്കെ എങ്ങനെയാണെന്ന് കണ്ടുപഠിക്കാൻ ആളുകളെ വിട്ടിരിക്കുന്നു എന്ന് തീരുമാനിച്ച് നീക്കങ്ങൾ നടത്തി എന്നൊക്കെയുള്ള വിവരങ്ങൾ ഒരു അല്ല, എനിക്കറിയില്ല, ഞാൻ ട്രോളാണെന്ന് അറിയില്ല. അതുമായി ബന്ധപ്പെട്ട് അല്ലല്ല, ട്രോളാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകനായിട്ട് ഒരാൾ നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് ട്രോളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞത് സ്ഥിരീകരിക്കല്ല, ട്രോളല്ല. അവിടെ അതും ആ വകുപ്പുമായി ബന്ധപ്പെട്ട ആൾ നേരിട്ട് പറഞ്ഞാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ തരത്തിലുള്ള കാര്യങ്ങൾ, ഈ തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ UDFനെ സംബന്ധിച്ച് അവർ അധികാരം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള നീക്കങ്ങളിലേക്ക് അവർ ഇതൊക്കെ തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.